സദൃശവാക്യങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 26-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിന്റെ അകത്ത്, കുഴി കുഴിക്കുന്നവൻ ആർക്കു വേണ്ടിയാണോ കുഴിച്ചത് അവൻ വീഴത്തില്ല, കുഴിച്ചവനെ വീഴത്തുള്ളത്. ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട് ദൈവമക്കളെ, ഇത് നമ്മൾ തിരിച്ചറിയണം. നിനക്കെതിരെ എന്തെല്ലാം കരുക്കൾ നീക്കിയാലും കരുക്കൾ നീക്കുന്നവന്റെ ജീവിതത്തിലേക്ക് അത് തിരിച്ചു വരും. നീയും ഞാനും അതിനകത്ത് പെടത്തില്ല. സങ്കീർത്തനം 7-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആവർത്തിച്ച് ദൈവത്തിന്റെ വചനം ഉറപ്പു തരുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് തന്നെ വീഴും. നീ ഇതൊന്നും കേട്ടും അറിഞ്ഞും ഒന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. നീ ദൈവകൃപ നഷ്ടമാക്കാതെ, രണ്ട് ചിറകിന് കേടുവരാതെ, വിശ്വാസത്താലും പ്രാർത്ഥനയാലും ദൈവത്തോട് അടുത്ത് ചെന്നാൽ ദൈവം നിനക്ക് വേണ്ട പരിഹാരം തരും. ചിലപ്പോ കുഴിന്ന് ചിലപ്പോ കയറ്റിയില്ലെന്നിരിക്കും. ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ പറഞ്ഞോണം, കുഴി അനുഗ്രഹമാണെന്ന് പറഞ്ഞോണം. ജീവിതത്തിൽ ദൈവം തന്ന ഒരു ദർശനം, ദൈവം തന്ന ഒരു വെളിപ്പാട്, ദൈവം തന്ന ഒരു സ്വപ്നമനുസരിച്ച് സ്തോത്രം, അല്ലെങ്കിൽ ഒരു അസെൻഡിങ് ഓർഡറിൽ പോകണം. ഇല്ല, നടക്കത്തില്ല. ചിലപ്പോൾ ഡിസെൻഡിങ് ഓർഡറിലേക്ക് പോയെന്നിരിക്കും. താഴോട്ട് എത്രമാത്രം പോകാമോ പോയിരിക്കും. പക്ഷെ എത്ര പോയാലും നീ നിലം പരിചാകത്തില്ല. നിലം പരിചാകാൻ ദൈവം സമ്മതിക്കത്തില്ല. അവിടെ നിന്ന് ഉയർത്തിയെടുക്കുന്ന ഒരു ദൈവമുണ്ട്.